ചേട്ടാ, വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. വ്യാപകമായിട്ടുള്ള ക്രമക്കേടുകൾ നടത്തി എന്നുള്ളതാണല്ലോ കോൺഗ്രസും CPM നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ ബി.ജെ.പി. ജയിച്ചത്, സുരേഷ് ഗോപി വിജയിച്ചത് ഇതേപോലെ തന്നെ വോട്ടർ പട്ടിക തിരുത്തിയാണ് എന്നുള്ളതാണ് ഈ കൂട്ടർ പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി രാജിവെക്കേണ്ടതുണ്ടോ? തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി വിജയിച്ചത്, അതായത് രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായി കൊണ്ട് വന്നിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇന്ത്യ ഒന്നാകെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുകയും രാഹുൽ ഗാന്ധി അതിന്റെ പിന്നാലെ പോവുകയും ഒക്കെ ചെയ്തതിന്റെ അലയൊലികളായിട്ടാണ് തൃശ്ശൂരിലും ഇത്തരത്തിലൊരു കാര്യം വന്നത്. തൃശ്ശൂരിൽ സുനിൽകുമാറാണ് ഇത്തരത്തിലൊരു കാര്യം ഉയർത്തിക്കൊണ്ടുവന്നത്. അതായത് സുരേഷ് ഗോപി ജയിച്ചത് കള്ളവോട്ടുമായി ബന്ധപ്പെട്ടാണ് എന്ന്. സുനിൽകുമാർ 19 അല്ല, പക്ഷേ വസ്തുത എന്ന് പറയുന്നത് ഇതേ സുനിൽകുമാർ തന്നെ അന്തിക്കാടാണ് അദ്ദേഹത്തിന്റെ ബൂത്തിൽ തന്നെ അദ്ദേഹം പിന്നോക്കം നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലും അദ്ദേഹം പിന്നോക്കം അദ്ദേഹത്തിന്റെ പഞ്ചായത്തിലും അദ്ദേഹത്തിന്റെ പിന്നോക്കം നിൽക്കുക. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ പോലും ബൂത്ത് ഏജന്റ് പോലും ഇല്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അല്ലെ, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബൂത്ത് ഏജന്റ് പോലും അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ പോലും ഇല്ല. ശരിയാണ്, അതൊരു കാര്യമാണ്. ഇവിടെ സുരേഷ് ഗോപി ജയിച്ചത് മുതൽ നിർത്താതെ ഒരു വർഷമായിട്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഏക രാഷ്ട്രീയ നേതാവ് ആരാന്ന് ചോദിച്ചാൽ അത് സുനിൽകുമാറിന് ഇത് സഹിക്കാൻ പറ്റിയിട്ടില്ല. സുനിൽകുമാർ വിചാരിച്ചത് ഞാൻ 19 MP ഞാനും പോകുന്നുള്ളതാണ് വിചാരിച്ചത്. പക്ഷെ പരാജയപ്പെട്ടപ്പോൾ സുനിൽ ഇങ്ങനെ കരയൂ, ആരെങ്കിലും ഇങ്ങനെ കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഒരു രാഷ്ട്രീയ നേതാവിൽ ചേർന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ ഈ ഇരട്ട വോട്ട് കാര്യങ്ങളുണ്ട്. ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് ചേർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പൂങ്കുന്നം കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ട് ചേർത്തു എന്ന് പറയുന്നുണ്ട്. ഇന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള മുൻ തൃശ്ശൂർ ജില്ലാ അധ്യക്ഷനുള്ള KK അനീഷ് കുമാർ കൃത്യമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ആരാണ് വോട്ട് ചേർത്തത്, ആ വോട്ട് ചേർത്തത് ആ വീട്ടുടമസ്ഥന്റെ പേരിലാണ് ഉത്തരവാദിത്വം വരിക. കൃത്യമായി അന്വേഷിക്കട്ടെ. പൂങ്കുന്നത്ത് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തത് ആരാണെന്നൊരു ചോദ്യം വന്നു. ഈ പൂങ്കുന്നത്തെ കാര്യം അറിയോ? പൂങ്കുന്നത്തെ വാർഡ് കൗൺസിലർ ആണെന്നറിയോ? CPM-ന്റെ ശക്തി കേന്ദ്രമാണ്. അന്തിക്കാട് CPI-യുടെ ശക്തി കേന്ദ്രമാണ്. പിന്നെ ഇവർ ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ വീട്ടിലെ 11 പേര് വോട്ട് ചെയ്തു. ശരിയാണ്, സുരേഷ് ഗോപിയുടെ വീട്ടിൽ സ്ഥിരതാമസക്കാരായിട്ട് 11 പേരുണ്ടെന്നേ കൃത്യമായിട്ട് പുറത്തുവിട്ടല്ലോ. 11 പേരുണ്ട്, സ്ഥിരതാമസക്കാരായിട്ട് 11 പേരുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ വർഷങ്ങളായി ഒരേ വീട്ടിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളുണ്ട്. ആ കൂടെയുള്ള ആളുകൾ 4 ജോലിക്കാർ ഉൾപ്പെടെയുള്ളവർ, അദ്ദേഹത്തിന്റെ സന്തത സഹചാരികളായി നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെ വോട്ട് ചേർത്തിട്ടുണ്ട്. അതിലിപ്പോ എന്താ പറയുക, നിങ്ങൾ പോയി പരാതി കൊടുത്തോളൂ എന്ന് പറഞ്ഞു. പരാതി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതല്ലാണ് ഇവർ നിൽക്കുന്നത്. അത് മാത്രമല്ല, ഈ സുനിൽകുമാർ നിരന്തരം വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നു എന്നുള്ളത് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നതനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ സംസ്ഥാനത്തിന്റെ റവന്യൂ വകുപ്പും അതോടൊപ്പം തന്നെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനും സമ്പൂർണ്ണമായിട്ടുള്ള പരാജയമാണ്. മാത്രമല്ല അത് മാത്രമല്ല, ഈ റവന്യൂ വകുപ്പ് ഭരിക്കുന്ന അദ്ദേഹത്തിന്റെ പാർട്ടിയല്ലേ, അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ നേതാവല്ലേ ഈ റവന്യൂ വകുപ്പിന്റെ മന്ത്രി. അപ്പൊ അദ്ദേഹം സമ്പൂർണ്ണ പരാജയമാണെന്ന് ഈ സുനിൽകുമാർ തന്നെ അത് പറയാതെ പറയാണല്ലോ. അദ്ദേഹം മന്ത്രി K. രാജന് സുനിൽകുമാറിന് ഇഷ്ടമല്ല അല്ലെങ്കിൽ തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ K. രാജന് പരാജയമാണെന്ന് പറയാതെ പറയുകയാണ്. കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജോയിന്റ് കൗൺസിലും അതുപോലെ തന്നെ CPM-ന്റെ സംഘടനകളും ചേർന്നുകൊണ്ടാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ഉദ്യോഗസ്ഥരെ കൊടുക്കുന്നത്. ഈ ഇലക്ഷൻ കമ്മീഷനിലെ ഈ ഉദ്യോഗസ്ഥരാണ് CPM-ന് വേണ്ടിയും CPI-ക്ക് വേണ്ടിയും നിരന്തരമായി പണിയെടുത്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിവിടെ നടന്നു. അവർ BJPക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെയാണ് പറയേണ്ടത്? NGO യൂണിയനെയും അതുപോലെ തന്നെ ജോയിന്റ് കൗൺസിലിനെയും അല്ലേ പറയേണ്ടത്? ഇനി നമുക്ക് ചില ഫാക്റ്റുകൾ എടുത്ത് പരിശോധിക്കാം. സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് വന്ന ഫാക്റ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി കോഴിക്കോട് കോർപ്പറേഷനിൽ വെള്ളയിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള വാർഡില് ഒരു വീട്ടഡ്രസ്സിൽ 70 വോട്ടാണ് ചേർത്തിട്ടുള്ളത്. 70 വോട്ട്. ഈ 80 വോട്ട് UP-യിൽ ചേർത്തു എന്ന് പറഞ്ഞ് വലിയ പ്രശ്നമുണ്ടല്ലോ. അതേപോലെ തന്നെ ഈ കേരളത്തിലെ ഒരു കോർപ്പറേഷന്റെ കീഴിൽ 70 വോട്ട് ചേർത്തിരിക്കുന്നു ഒരു വീട്ടിന്റെ അഡ്രസ്സിൽ. ആരാ ചേർത്തത്? അവിടുത്തെ CPM കൗൺസിലറും CPM-ന്റെ ഭാഗമായുള്ള BLO-യും കൂടി ചേർന്നാണ് നടത്തിയത് എന്നാണ് UDF പിന്നെ ഇപ്പൊ എന്താക്കിയിട്ടുള്ളത് പറയുന്നത്. മറുപടി ഉണ്ടോ CPM-ന്? മറുപടി ഉണ്ടോ? അതായത് കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന സ്വന്തം കേരളത്തിൽ ഈ 70 വോട്ട് ഒരു വീട്ടിൽ അഡ്രസ്സിൽ ചേർക്കുന്നു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ടോ? ഇത് നമ്മുടെ തെളിവുണ്ട്. 1. 2, ഇരിക്കൂർ MLA സജീവ് ജോസഫിന് 2 വോട്ടുണ്ട്, ഇരട്ട വോട്ടുണ്ട്. കണ്ടെത്തിയല്ലോ. എന്നാ പിന്നെ കോൺഗ്രസിനെതിരെ നിരന്തരമായി കള്ള വോട്ടുമായി ബന്ധപ്പെട്ട് പറയണ്ടേ? ഇവിടെ കൊച്ചിയിൽ ഹൈബീഡനല്ലേ ജയിച്ചത്. ഈ കൊച്ചിയിൽ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് 80 വോട്ട് ചേർത്തു എന്നാണ് പറഞ്ഞത്. 80 വോട്ട്, 60 മുതൽ 80 വോട്ട് വരെ ഈ കൊച്ചിയിൽ ചേർത്തു എന്ന് 24-ന്റെ ഏറ്റവും പുതിയ ന്യൂസ് വന്നിട്ടുണ്ട്. ആരാ കള്ള വോട്ട് ചെയ്യുന്നത്? ആരാ ഇവരെ കൊച്ചിയിൽ കൊണ്ട് ചേർത്തത്? എങ്ങനെയാണ് കോൺഗ്രസ്സുകാരായിക്കൂടെ? അതെ, അത് ഈ പറയേണ്ട അന്വേഷിക്കണ്ടേ? അതുപോലെ തന്നെ പെരുമ്പാവൂരിലെ അതിഥി തൊഴിലാളികളെ തീർത്ത് പിടിച്ചിട്ട് ഇവർക്ക് അതിഥി തൊഴിലാളികളെ വരൂ എന്നും പറഞ്ഞ് അവരെ ചേർത്ത് നിർത്തി ഈ പറയുന്ന CIT ഉൾപ്പെടെയുള്ള ആളുകൾ അവർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ട് അവരെ ഇവിടെ കൊണ്ടുവന്ന് വോട്ട് ചെയ്യിക്കുന്നില്ലേ? ഏത് 6 മാസമോ 7 മാസമോ ഇവിടെ കേരളത്തിൽ വന്ന് തൊഴിലിന് വന്ന് പോകുന്ന ആളുകളെയാണ് ഇവർ വന്നിട്ട് വോട്ടർ പട്ടിക കൊടുത്തിട്ട് ഇവിടെ വോട്ട് ചെയ്യിക്കുന്നത്.
മനസ്സിലായല്ലോ? അവരുടെ സ്ഥലത്ത് പോയിട്ട് വോട്ട് ചെയ്യും, ഇവിടെ വന്നിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യും. ആരാ ചെയ്യുന്നത്? BJP ആണോ? CPM അല്ലേ? ഇനി കോൺഗ്രസിന്റെ കാര്യം എടുക്കാം. തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും പല നേതാക്കൾക്കും എന്താണ് ഇരട്ട വോട്ടുണ്ട് എന്ന് ഇപ്പൊ പുറത്തു വന്നു കഴിഞ്ഞു. തിരുവനന്തപുരത്ത് കോൺഗ്രസിനുണ്ട്, CPM-നുണ്ട്. CPM-ന് ഈ കഴക്കൂട്ടം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് CPM-ന് ഇത്തരത്തിലുള്ള വോട്ടുണ്ട് പുറത്തു വന്നല്ലോ. ഇനി ഇതൊക്കെ പോട്ടെ, ഞാൻ പറയട്ടെ, അങ്ങനെ സുരേഷ് ഗോപിക്കെതിരെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കണ്ണൂർ മുതൽ, അതായത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് കണ്ണൂർ, കോഴിക്കോട് ജില്ലയിലെ പല ഭാഗങ്ങളിലുമുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ എല്ലാ MLA-മാരും രാജിവെക്കേണ്ടി വരും. എടുത്ത് കൃത്യമായി വോട്ടർ പട്ടിക പരിശോധനയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭൂരിപക്ഷം, അതെ, രണ്ട് സ്ഥലത്ത് വോട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള അണികൾക്ക്, CPM-ന്റെ അണികൾക്ക് പല ആളുകൾക്കും രണ്ട് സ്ഥലത്ത് വോട്ടുണ്ട്. ഇന്നിപ്പോ അടൂർ പ്രകാശ് പറഞ്ഞിരിക്കുന്നു, ഈ സമ്പത്ത് എന്ന് പറയുന്ന വ്യക്തി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം വിജയിച്ചത് കള്ളവോട്ടുകളിലൂടെയാണ് പറഞ്ഞിട്ടുണ്ടല്ലോ, അടൂർ പ്രകാശ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുകയാണ്, താൻ പ്രവർത്തിച്ചിരുന്ന സമയത്ത് തന്റെ എന്താണ് ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി ബൂത്തിലിരിക്കാൻ പോലും ആളില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു കോൺഗ്രസിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ പറയുന്ന അപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, അപ്പൊ കള്ളവോട്ട് തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ട പാർട്ടിക്ക് തന്നെ പ്രവർത്തകർ പോലും ഇല്ല താഴെത്തട്ടിൽ. അല്ല, അങ്ങനെ ഒരു ദുരവസ്ഥ തന്നെ താൻ നേരിട്ടു എന്നുള്ളതാണ് അടൂർ പ്രകാശ് പറയുന്നത്. അതൊരു ശരിയാണ്. ആറ്റിങ്ങലുമായി ബന്ധപ്പെട്ട ആറ്റിങ്ങൽ ഈ പറയുന്ന UDF-ന്റെ ശക്തി കേന്ദ്രമല്ല, പകരം LDF-ന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ നിരന്തരമായി ഈ പറയുന്ന സമ്പത്ത് ജയിച്ചതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. 5 ലക്ഷം പേരുടെ ക്രമക്കേട് BJP കണ്ടെത്തിയിട്ടുണ്ട് കേരളത്തില്. ഈ പറയുന്ന CPM ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ. എന്താ മറുപടി പറയാത്തത്? ഒരു ഒറ്റ ഫോക്കസാ സുരേഷ് ഗോപി, ഒറ്റ ഫോക്കസാ. തൃശ്ശൂര് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നും മിണ്ടില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് ജയിച്ചത് മുതൽ 75,000 പേര് കള്ള വോട്ട് ചെയ്തിട്ടാണോ സുരേഷ് ഗോപി ജയിച്ചത്? എന്താണ് പറയുന്നത്? പിന്നെ കള്ള വോട്ടിന്റെ കേന്ദ്രമെന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന സ്ഥലം ഏതാ? അത് കണ്ണൂരാണ്. ഇത്രയേറെ കള്ള വോട്ട് നടക്കുന്ന സ്ഥലം അതെ കണ്ണൂരാണ്. കണ്ണൂരിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പോയി വോട്ട് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. അവനെ അടിച്ച് കാലിന് മുട്ടൊടിക്കും. അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു കണ്ണൂരിൽ. ഏതെങ്കിലും ഒരു പാർട്ടിക്കെതിരായ സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയാണെങ്കിൽ അവന്റെ വീടും കൂടും എല്ലാം അടിച്ച് നിരപ്പാക്കി അവരെ കൊണ്ട് പത്രിക പിൻവലിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. എന്തിന്? ഈ പറയുന്ന കോൺഗ്രസ് ഉണ്ടല്ലോ, ഒരു കാലഘട്ടം വരെ കണ്ണൂരിൽ കോൺഗ്രസിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, ഈ പറയുന്ന പോലെ പത്രിക കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയൊക്കെ വന്ന ചരിത്രമുണ്ട് നമ്മുടെ നാടിന്. ഇപ്പോഴും കണ്ണൂരിലും കോഴിക്കോടിലും ഈ പറയുന്ന എന്താണ് കാസർഗോഡിന്റെയും പല മേഖലകളിലും നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഈ വയനാടും കാസർഗോഡും ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ ആളുകൾ കള്ള വോട്ട് ചെയ്ത് പിടിച്ചിരുന്നല്ലോ. എന്തായിരുന്നു? നേരെ തിരിച്ച് രാഹുൽ ഗാന്ധിയോട് കൃത്യമായിട്ട് ഇതിന് തെളിവ് കൊടുക്കാൻ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തെളിവ് കൊടുക്കാനില്ലല്ലോ. ഞങ്ങൾ നിയമ പോരാട്ടത്തിനില്ല, ഞങ്ങൾ പിന്നെ എന്താണ് ഈ ഇലക്ഷൻ കമ്മീഷന് മറുപടി കൊടുക്കാനില്ല. ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ചോദിച്ചു, നിങ്ങൾ ഈ എന്താണ് കർണാടക ഇലക്ഷൻ കമ്മീഷൻ കേസെടുക്കുക കൂടി ചെയ്തല്ലോ. അല്ല, കേസെടുത്തു. പിന്നെ അത് മാത്രമല്ല, കർണാടകയിലെ ആ ഒരു മന്ത്രി വളരെ ശക്തിയുക്തമായിട്ട് തുറന്നു പറയുക കൂടി ചെയ്തല്ലോ. കാരണം ക്രമക്കേടുകൾ കൂടുതൽ നടന്നിട്ടുള്ളത് ഈ പറയുന്ന കോൺഗ്രസിന്റെ കാലഘട്ടത്തിലാണെന്ന് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആ വ്യക്തിക്ക് മന്ത്രിസ്ഥാനവും നഷ്ടപ്പെട്ടു, കോൺഗ്രസിൽ നിന്നും പുറത്തായി. അതാണ് ആദ്യം വിക്കറ്റ് തെറിച്ചത് കോൺഗ്രസിന്റെ മന്ത്രിയുടെ തന്നെ. അതാണ് കാരണം രാഹുൽ ഗാന്ധി കൊളുത്തിവിട്ട ബോംബ് ആദ്യമായി പണി കിട്ടിയതാർക്കാ? കോൺഗ്രസിനാണ്. കോൺഗ്രസിന്റെ മന്ത്രി രാജിവെച്ചു. സിദ്ധരാമയ്യയുടെ വലങ്കയാണ്. അതെ, അയാൾ കൃത്യമായി പറഞ്ഞു, നമ്മൾ ഭരിക്കുന്ന സമയത്താണ് ഈ തെറ്റുകളെല്ലാം നടന്നത് എന്ന് കൃത്യമായി പറഞ്ഞു. മാത്രവുമല്ല, കർണാടകയിലെ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ച് വോട്ട് ചേർത്തു എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു മുറിയിൽ 80 പേരെ ചേർത്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ 80 പേരെ ചേർത്തു എന്ന് പറഞ്ഞതിന്റെ ഉടമസ്ഥൻ പറയുന്നുണ്ട്, ഞാൻ കോൺഗ്രസ്സുകാരനാണ്. അവിടെ തുടർച്ചയായിട്ട് വന്നു പോകുന്ന തൊഴിലാളികൾ വരുന്ന സമയത്തെല്ലാം പുതിയതായി വരുന്ന ആളുകൾക്ക് വോട്ടർ പട്ടിക കൊടുക്കും, അല്ല വോട്ട് ലിസ്റ്റിൽ ചേർക്കും. അവരതും കൊണ്ട് പോകും. ചിലപ്പോൾ അവിടെ വോട്ട് ചെയ്യും, ചിലപ്പോൾ വോട്ട് ചെയ്യില്ല. 2 സ്ഥലത്ത് അവർ വോട്ട് ചെയ്തോ അത് അന്വേഷിക്കേണ്ട, അത് ഇവർക്ക് അന്വേഷിക്കേണ്ട. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയണ്ട. ഇലക്ഷൻ കമ്മീഷൻ പിന്നെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോട് ചോദിച്ചു, നിങ്ങൾ ഈ എന്താണ് ഡൗൺലോഡ് ചെയ്തെടുത്ത കോപ്പി ഉണ്ടല്ലോ, ഒറിജിനൽ കോപ്പി, ആ ഒറിജിനൽ കോപ്പി ഞങ്ങൾക്ക് തെളിവായിട്ട് തരണം എന്ന് പറഞ്ഞപ്പോൾ അതില്ല. അത് മാത്രമല്ല, രാഹുൽ ഗാന്ധിയോട് പറഞ്ഞു, നിങ്ങൾ രജിസ്റ്റർ ചെയ്തു, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുത്ത എന്ന് പറയപ്പെടുന്ന ഈ സാധനം ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലുള്ളതല്ല. മറുപടിയില്ല. എന്താ മറുപടി ഇല്ലാത്തത്? അല്ല, അത് മാത്രമല്ല, ഈ കൂട്ടർ നടന്നു വരുന്ന ഒരു പ്രചാരണമാണ്. ഇത് വിജയിക്കുന്ന പ്രദേശത്തെല്ലാം തന്നെ വോട്ടർ പട്ടിക കറക്റ്റ് ആണ്. തെലങ്കാനയിൽ വോട്ടർ പട്ടിക കറക്റ്റ് ആയിരുന്നു, കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കറക്റ്റ് ആയിരുന്നു, ജമ്മു കാശ്മീരിൽ കറക്റ്റ് ആയിരുന്നു, പിന്നെ ജാർഖണ്ഡിലേക്ക് വന്നപ്പോഴും കറക്റ്റ് ആയിരുന്നു. പക്ഷേ പരാജയപ്പെടുന്ന പ്രദേശങ്ങളിലെല്ലാം വോട്ടർ പട്ടികയിൽ ക്രമക്കേടാണ്. മഹാരാഷ്ട്രയിൽ ക്രമക്കേടാണ്, ഹരിയാനയിൽ ക്രമക്കേടാണ്, ഡൽഹിയിൽ ക്രമക്കേടാണ്. ഈ പറയുന്ന പരാജയപ്പെടുന്ന മേഖലകളിലെല്ലാം തന്നെ വോട്ടർ പട്ടികയിൽ വ്യാപകമായിട്ടുള്ള ക്രമക്കേടാണ്. അല്ല അർജുന, ഒരു കാര്യം ആലോചിച്ചപ്പോൾ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? EVM ആണ് പ്രശ്നം, EVM ഹാക്കിംഗ് ആണ്, EVM ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇപ്പം മാറ്റി, ഇപ്പം വോട്ടർ പട്ടികയാണ് പ്രശ്നം എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, വേറൊരു കാര്യം ആലോചിക്കണം. ബംഗാൾ എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട് നമ്മുടെ കണ്ണിന് മുമ്പിൽ. അവിടെ ഭരിച്ചിരുന്നത് CPM ആണ്. CPM-ന്റെ നരനായാട്ടായിരുന്നു ബംഗാളിൽ.
ഈ പറയുന്ന നന്ദിഗ്രാം പാവപ്പെട്ട കർഷകരെ വെടിവെച്ച് കൊന്ന് ആ ചോര ആലോചിക്കണം, ആ ചോരയിലാണ് അവിടെ എന്ത് ചെയ്തത്, ആ ഭരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അതുപോലെ തന്നെ ഈ പിന്നെ ബംഗാളിൽ ഇത്തരത്തിലുള്ള കാര്യം, അതെ, അത് നടന്നു. അതുപോലെ തന്നെ പിന്നെ ബംഗാളിൽ നടന്ന 2 ഭീകരമായ കൂട്ടക്കൊലകളുണ്ട്. ഒരു പിന്നെ കോൺഗ്രസ് പ്രവർത്തകനെ കൊന്നിട്ട് ആ ചോര കൊരണ്ട ചോറ് അയാളുടെ അമ്മയെ കൊണ്ട് തീറ്റിച്ച പാർട്ടിയുടെ പേരേതാണെന്നറിയോ? CPM എന്നാണ് പേര്. ആ CPM അവിടെ കോൺഗ്രസ്സുകാർക്കും BJP-ക്കാർക്കും ഒന്നും അവിടെ ഒരു ഇലക്ഷന് പത്രിക പോലും കൊടുക്കാൻ സമ്മതിക്കാതെ അവിടെ പിന്നെ എന്താണ് നരനായായിട്ട് നടത്തിയ കാലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ ഭരണം പിടിച്ചത്. ഇതൊക്കെ ആരെയാ ചരിത്രം ഓർമ്മിപ്പിച്ച് പുറകോട്ട് പോയാൽ കുറെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോ അതെല്ലാം തിരിച്ച് മമത ചെയ്തുകൊണ്ടിരിക്കുക. അവിടെ മമതയുടെ ഉള്ള സ്ഥലത്ത് തൃണമൂൽ കോൺഗ്രസ് ശക്തമായ സ്ഥലത്ത് BJP-ക്കോ അല്ലെങ്കിൽ പറയുന്ന CPM-നോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഷാജഹാൻ ഷെയ്ഖ് ഇതുപോലുള്ള ഹിന്ദു സ്ത്രീകളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ബലാത്സംഗത്തിന് ഏർപ്പാടാക്കുന്നതും അതോടൊപ്പം തന്നെ ബലാത്സംഗം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ തെളിവുകൾ നമ്മൾ കണ്ടതാണല്ലോ. ഏറ്റവും ഒടുവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ടിട്ടുള്ള ഒരു വർഗീയ കലാപം അത് നമ്മൾ കണ്ടതാണല്ലോ. അതൊന്നും അന്തിചർച്ചയില്ല, അതൊന്നും ആർക്കും പ്രതികരിക്കേണ്ടതില്ല, ആരും അവരെ സംരക്ഷിക്കാനും വന്നതായിട്ട് നമ്മൾ കണ്ടുകൊണ്ട്. അല്ല, ഇപ്പൊ ഇതൊക്കെ സ്വാഭാവികമാണ്. മാത്രമല്ല തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവർ സംസാരിക്കാൻ തയ്യാറല്ല. പിന്നെ തൃശ്ശൂരിലെ കാര്യമാണെങ്കിൽ തൃശ്ശൂരിലെ കാര്യം അന്വേഷിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കോഴിക്കോട് വോട്ട് ചേർത്തതും ഈ സജീവ് ജോസഫിന്റെ ഇരട്ട വോട്ടും ആറ്റിങ്ങലിലെ കാര്യവും അതുപോലെ കൊച്ചിയിലെ 80 ആളുകൾ അടക്കം ഉൾപ്പെടെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. അതെല്ലാം അന്വേഷിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. സമ്പൂർണ്ണമായിട്ടുള്ള ഒരു അന്വേഷണമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അതാണ് ജനാധിപത്യത്തിന്റെ കരുത്ത് പകരുന്നത്. തീർച്ചയായിട്ടും.